എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രി വചനം കേൾക്കുവാനായി ഓൺലൈനിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സംസാരിക്കപ്പെടുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ വചനം നിങ്ങൾ കേട്ടവരാണെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകം ഒരു നല്ല ധാരണ ഉണ്ടായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മളെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. ഇന്ന് രാത്രി ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ച് ആ വേദഭാഗത്തെ ആധാരമാക്കി നിങ്ങളോട് അതിപ്രധാനമായ ചില സത്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിന്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശ്. ആ ക്രൂശിനൊരു വചനമുണ്ട്, ഒരു സന്ദേശമുണ്ട്. എന്താണ് ക്രൂശിന്റെ സന്ദേശം? ഒന്നാമത് പറയുന്നത് മനുഷ്യർ പാപികളാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് അവന് മോചനം കിട്ടണമെങ്കിൽ അവനെ പകരമായിട്ട് പാപം ചെയ്യാത്തതായിരിക്കുന്ന ഒരാൾ മരിക്കണം. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശ് വിളിച്ചു പറയുന്നത്. ലോകത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായി മനുഷ്യവർക്കും ഏൽക്കേണ്ടതായിരിക്കുന്ന മരണം, ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വേർപാട്, പാപമൊന്നുമില്ലാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പാപികളായ മനുഷ്യർക്ക് പകരക്കാരനായിട്ട് ആ മരണം വരിച്ചു. ആ സന്ദേശമാണ് ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നതാണ്. പാപത്തിന് ശിക്ഷയുണ്ട്, അത് നിത്യനരകമാണ്, ദൈവത്തിൽ നിന്ന് നിത്യമായി ഉള്ള അകൽച്ചയാണ്. അപ്പോൾ ആ സന്ദേശത്തെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുവാനുള്ള കാരണം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും പാപം ചെയ്തിട്ടല്ല. അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ പാപം ചെയ്തില്ല എന്ന് മാത്രമല്ല, പാപ സ്വഭാവത്തിന് അവൻ അതീതനായിരുന്നു. അതുകൊണ്ട് പാപരഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെടുവാനുള്ള കാരണം, ലോകത്തിന്റെ പാപത്തെ കർത്താവ് ചുമന്നു. പാപികളായ മനുഷ്യരുടെ പകരക്കാരനായിട്ട് കർത്താവ് പാപത്തിന്റെ ശിക്ഷ മനഃപൂർവ്വം ഏറ്റെടുത്തു. ആ ശിക്ഷയാണ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവ് അനുഭവിച്ചത്. അപ്പൊ ഇതാണ് ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അത് അതിപ്രധാനമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു: എനിക്കോ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അതായത് കർത്താവായ യേശുക്രിസ്തു തനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു, തൻ്റെ പാപഭാരം ഏറ്റെടുത്തു, തന്നെ പാപത്തിൽ നിന്ന് മോചിതനാക്കി. ആ ഒരു വലിയ സംഭവത്തിലും സന്ദേശത്തിലും അല്ലാതെ പ്രശംസിക്കുവാൻ വേറെ എന്താ ഒരു പാപിയായ മനുഷ്യന് ഈ ലോകത്തുള്ളത്? ഞാൻ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന പാപങ്ങൾക്ക് ഞാൻ തന്നെ നിത്യനരകത്തിലേക്ക് പോകുന്നു എന്ന വച്ചാൽ അതിന്റെ പാപത്തിന് ശിക്ഷ ഞാൻ ഏൽക്കുന്നു. അതിൽ പ്രത്യേക ഒരു സന്ദേശമില്ല.
എന്നാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി വേറൊരാൾ പകരക്കാരനായി ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംഭവമാണ്, അതൊരു പ്രത്യേക സന്ദേശമാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നത് ഈ സന്ദേശം അതീവ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണെന്നാണ്. എന്നാൽ ഈ സന്ദേശത്തോടെ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ലോകത്തുള്ള ആളുകളെ രണ്ട് ഗ്രൂപ്പുകളിൽ പൗലോസ് തിരിച്ചു. ഒരു ഗ്രൂപ്പിന് പേര് കൊടുത്തിരിക്കുന്നത് നശിച്ചു പോകുന്നവരെന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിന് പേര് കൊടുത്തത് രക്ഷിക്കപ്പെടുന്നവരെന്നാണ്. ലോകത്തിലുള്ള മനുഷ്യരെ ഇങ്ങനെ രണ്ടായിട്ടേ നമുക്ക് തിരിക്കാനായിട്ട് ഒക്കും. നശിച്ചു പോകുന്നവരെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിൽ വിശ്വസിക്കാതെ അവർ പാപികളായി ജനിച്ചതുപോലെ തന്നെ പാപികളായി അവർ ജീവിക്കുന്നു, പാപികളായി അവർ മരിക്കുന്നു. മരണശേഷം ദൈവം മനുഷ്യർക്ക് വച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ന്യായവിധി, ആ ന്യായവിധി അവർ ഏറ്റെടുത്തുകൊണ്ട് നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് പോകുന്നു. അതാണ് നശിച്ചു പോകുന്ന ആളുകൾ എന്ന് പറയുന്നവരായിരിക്കുന്ന ആളുകൾ. അത് അവർ സ്വയം തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. കർത്താവ് അവരെ രക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വരികയും അവരുടെ ശിക്ഷ കാലുകളിലെ ക്രൂശിൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടും കർത്താവിൻ്റെ പ്രതിപുരുഷ മരണം കൊണ്ട് യാതൊരു പ്രയോജനവും തങ്ങളുടെ പാപങ്ങൾക്ക് വരാത്തതായിരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അവരെ നശിച്ചു പോകുന്നവരെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് വചനം അസന്നിഗ്ധമായി പറയുന്നു. ആര് വിശ്വസിച്ചാലും, എത്ര വലിയ പാപി വിശ്വസിച്ചാലും അവന് നിത്യജീവനുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. പൗലോസ് അവരെ വിളിക്കുന്നത് നശിച്ചു പോകുന്നവർ എന്നാണ്. എന്നാൽ മറുഭാഗത്ത് വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരെ വിളിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന ആളുകളെന്നാണ്. ആ കൂട്ടത്തിലാണ് പൗലോസ് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ? എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യൻ, നീന്തറിയാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണു, അവനെ വെള്ളത്തിൽ മുങ്ങിച്ചാകുവാനായിട്ട് പോകുന്നു. നീന്തറിയാവുന്ന വേറെ ഒരാൾ വെള്ളത്തിൽ ചാടി അവനെ രക്ഷിക്കുന്നു. അപ്പോൾ അവനോട് പറയും, നീ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ മനുഷ്യനെ രക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരൊക്കെ മനുഷ്യന് നൽകുന്നതായിരിക്കുന്ന രക്ഷ താൽക്കാലികമായ രക്ഷയാണ്. വെള്ളത്തിൽ നിന്നും വീണവനെ രക്ഷിച്ചാലും നാളെ അവൻ രോഗം കൊണ്ടോ കാറപകടം കൊണ്ടോ മറ്റേ ഏതെങ്കിലും വിധത്തിൽ അവൻ മരിച്ചു പോകും. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് നിത്യമരണമാണ്. പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം. ദൈവത്തിൽ നിന്നും വേർപെട്ട് പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യശിക്ഷാവിധി, നിത്യകാല നരകത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കാൽവരിയിലെ ക്രൂശിൽ കർത്താവ് മരിച്ചത് അതിനു വേണ്ടിയാണ്. പാപരഹിതനായിരിക്കുന്ന കർത്താവ് പാപികളായ മനുഷ്യവർഗത്തിന് പകരക്കാരനായി സ്വന്തം ഹിതപ്രകാരം മനസ്സോടെ മരിച്ചെങ്കിലും ആ മരണം കൊണ്ട് യാതൊരു പ്രയോജനവും വരാത്തതായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ നശിച്ചു പോകുന്നവരെന്നേ പറയുവാനായിട്ട് സാധിക്കും. അവർ രക്ഷിക്കപ്പെടുന്നവരല്ല. രക്ഷിക്കപ്പെടുന്നവരാരാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്തിന്റെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കി കർത്താവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ, അവരാണ് രക്ഷിക്കപ്പെടുന്ന ആളുകൾ. അവരെന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്? നിത്യനരകത്തിൽ നിന്ന്. നിത്യനരകത്തിൽ നിന്ന്.
അവർക്ക് മരണാനന്തരം ന്യായവിധിയില്ല. കാരണം അവരുടെ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, രക്ഷിക്കപ്പെടുന്നത് നമുക്കോ? അത് ദൈവശക്തിയാണെന്നാണ് പറയുന്നത്. നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ സന്ദേശം ഭോഷത്വമാണ്. അപ്പോ ക്രൂശിന്റെ സന്ദേശത്തോടുള്ള മനുഷ്യന്റെ രണ്ട് വിധത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഒന്ന്, ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഫൂളിഷ്നെസ്, ഫൂളിഷ്നെസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന്റെ തെരുവുകളിൽ കൂടെ താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, നസ്രയത്തുകാരനായ യേശു, കന്യകയായ മറിയമിൽ ജനിച്ച ആ യേശു താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടു, ചില അതിശയങ്ങളൊക്കെ ചെയ്തു. എന്നാൽ യഹൂദന്മാര് തന്റെ അവകാശവാദത്തെ അവരെ അംഗീകരിച്ചില്ല. ആ മറിയയുടെ മകനെ അവർ കണ്ടത് ദൈവത്തിന്റെ പുത്രനായിട്ടല്ല. അതുകൊണ്ട് അവർ കർത്താവിനെ അറസ്റ്റ് ചെയ്തു. യഹൂദ നേതൃത്വം അവനെ വിസ്തരിച്ച് കുറ്റക്കാരനെന്ന് കണ്ടു, മരണശിക്ഷയ്ക്ക് യോഗ്യനെന്ന് അവർ പറഞ്ഞു. റോമ അധികാരികളുടെ മുന്നിൽ അവനെ കൊണ്ടുവന്നു. പീലാത്തോസിന്റെ, ഹെരോദാവിന്റെ ഒക്കെ മുന്നിൽ കൊണ്ടുപോയി. പീലാത്തോസിന്റെ അധികാരപരിധിയിൽപ്പെട്ടവനായതുകൊണ്ട് പീലാത്തോസ് അവനെ വിസ്തരിച്ചു. പ്രതിഭാഗത്തിന് പറയുവാനുള്ള, വാദിഭാഗത്തിനും പറയുവാനുള്ളതെല്ലാം പറഞ്ഞു. പ്രതിഭാഗം കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, വാദിഭാഗമാണ് എല്ലാം പറഞ്ഞത്. യേശുക്രിസ്തുവിനെതിരെയുള്ളതായിരിക്കുന്ന ആരോപണങ്ങൾ ഒരുപാട് അവർക്ക് പറയുവാനുണ്ടായിരുന്നില്ല. ചിലതൊക്കെ അവർ പറഞ്ഞു. എന്നാൽ എല്ലാം കേട്ട ന്യായാധിപൻ പറഞ്ഞു, ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ വിധിയാണ് പീലാത്തോസ് നടത്തിയ വിധി. കാരണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന വിധി പറഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആളുകൾക്ക് കൊടുക്കുവാനുള്ളതായിരിക്കുന്ന ശിക്ഷ അവർ കൊടുത്തു. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിന്നാ പറഞ്ഞത്. ഒരു വിധത്തിലും യോജിക്കാത്തതായിരിക്കുന്ന ഒരു വിധിയാണത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അവനെ ക്രൂശിച്ച് കൊല്ലുന്നത്? ജനങ്ങള് അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു. അതുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് പീലാത്തോസ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഒരു ന്യായാധിപൻ ഒരിക്കലും ചെയ്യുവാൻ അനുവാദമില്ലാത്ത ഒരു കുറ്റമാണ് ചെയ്തത്. കാരണം ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റില്ല എന്ന് പറഞ്ഞ ഒരാളെ ഏറ്റവും വലിയ തെറ്റിന് ചെയ്യ ആൾക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥിതിയുടെ ലംഘനമാണ്. പക്ഷെ അതാണ് പീലാത്തോസ് ചെയ്തത്. എന്നാൽ അതിന് മറുവശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചതായിരിക്കുന്ന യഹൂദാജനം ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാൻ പോകുന്നത് എന്തിനാണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ തെറ്റായി പഠിപ്പിക്കുകയും അവർക്ക് സ്വീകരിക്കുവാൻ വയ്യാത്ത ആചാരങ്ങളെ ഉപദേശിക്കുകയും കൈസർക്ക് കരം കൊടുക്കുന്നത് വിലക്കുകയും ഒക്കെ ചെയ്തു എന്നിങ്ങനെ പല നുണകളാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ബൈബിളിൽ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അവൻ സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിച്ചിരുന്നു. എന്നാൽ ദൈവമോ നമ്മുടെ എല്ലാവരുടെയും കുറ്റം അവന്റെ മേൽ ചുമത്തി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുത്തി. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അവരന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അവരിൽ അനേകരും കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് 19 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കുകയും
വലിയൊരു സമൂഹം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പൊ പൗലോസ് ഈ സന്ദേശത്തെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കാതെ നിത്യനാശത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് വെറും ഭോഷത്വമാണ്. വെറും ഭോഷത്വമാണ്. യാതൊരു അർത്ഥവുമില്ലാത്തൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമാണ് എന്ന് പറഞ്ഞത് സ്വയം വഞ്ചിച്ച, മറ്റുള്ളവരെ വഞ്ചിച്ച ഒരു മനുഷ്യനെന്നാണ് യഹൂദന്മാര് കർത്താവിനെ കണ്ടത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അവരെല്ലാവരും കൂടെ തല്ലിച്ചതച്ച് ക്രൂശിച്ചു. ആ മനുഷ്യന്റെ ക്രൂശിലെ മരണം കൊണ്ട് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ ഭോഷത്വമേറിയ ഒരു സന്ദേശമില്ല. ഇതിനേക്കാൾ അവിശ്വസനീയമായ ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് അത് ഭോഷത്വമാണ് പറഞ്ഞത്. എന്നാൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം അവരുടെ പാവങ്ങളുടെ പരിഹാരവും അവർക്ക് നിത്യജീവൻ ദാനമായി ലഭ്യമാക്കുന്നതും ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിന് സുതാര്യമാക്കി തീർക്കുന്നതും നഷ്ടപ്പെട്ടു പോയ അവരുടെ വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കുന്നതും ഒക്കെ ആയൊരു സന്ദേശമാണ്. അതുകൊണ്ടാണ് അത് ദൈവശക്തിയാണ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് സന്ധ്യയായ സമയത്ത് നമുക്ക് ഈ ക്രൂശിന്റെ സന്ദേശത്തെ ഒന്നുകൂടെ അടുത്ത് നമുക്ക് നോക്കാം. ക്രൂശ് എന്ന് പറയുന്നത് രണ്ട് തടിക്കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയതായിരിക്കുന്ന മനുഷ്യനെ കൊല്ലുവാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഫൊയ്നീക്കക്കാരാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഇറ്റലിക്കാർ ഇത് ധാരാളമായി കുറ്റവാളികളെ ക്രൂശിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഒരു റോമാ പൗരനെ ഒരിക്കലും ക്രൂശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. റോമാ പൗരനെ അവർ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്. ഒരു യഹൂദനെയും ഒരിക്കലും ക്രൂശിക്കുവാൻ യഹൂദന്മാർ അനുവദിച്ചിരുന്നില്ല. അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് യഹൂദന്മാർ കർത്താവിനെ ക്രൂശിക്കണമെന്ന് അവര് ആഗ്രഹിച്ചു? കാരണം കർത്താവിനെ ഒരു യഹൂദനായിട്ട് അംഗീകരിക്കുവാൻ കൂടെ അവർക്ക് മനസ്സായിരുന്നില്ല. യേശുക്രിസ്തു ഏതോ റോമൻ പട്ടാളക്കാരന്റെ മകനാണ്, മറിയത്തിന് അവിഹിതമായി ഉണ്ടായ ഒരു മകനാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് യഹൂദജാതിക്ക് നാണക്കേടുണ്ടാക്കിയതായിരിക്കുന്ന യേശുക്രിസ്തുവിനെ യഹൂദന്മാർക്ക് നൽകുന്നതായിരിക്കുന്ന മരണം കൊടുക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. റോമാക്കാര് കൊടും കുറ്റവാളികൾക്ക് നൽകുന്നതായിരിക്കുന്ന ക്രൂശമരണം തന്നെ കർത്താവിന് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ വലിയ കുറ്റവാളികളെ കൊല്ലുവാനായിട്ട് ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം ക്രൂശിനെ വലിയൊരു പരിവർത്തനം സംഭവിച്ചു. ക്രൂശിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇങ്ങനെ കൊലയ്ക്ക് ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു ആയുധമായിരുന്ന ക്രൂശ് മനുഷ്യൻ വളരെ ബഹുമാനത്തോടുകൂടെ ആഭരണമായതിൻ്റെ കഴുത്തിൽ അണിയുകയും അനേക ആളുകൾ കുരിശു വരയ്ക്കുകയും അവരുടെ മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അടയാളമായി അവരുടെ ദേശീയ പതാകകളിൽ ക്രൂശിന്റെ ചിഹ്നം വരയ്ക്കുകയും രക്ഷയുടെ അടയാളമായി അവരതിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ക്രൂശ് വലിയ ഒരു പരിവർത്തനത്തിന് വിധേയമായി. ഇന്ന് ക്രൂശിനെ നിന്ദിക്കുന്ന ആളുകൾ ലോകത്ത് കണ്ടേക്കാം, പക്ഷേ സുബോധമുള്ളവരാരും ക്രൂശിനെ നിന്ദിക്കുകയില്ല. ഇന്നൊരു കുരിശുമാല ഉണ്ടായിരിക്കുക, കഴുത്തിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ അനേക ആളുകൾക്ക്, ബഹുഭൂരിപക്ഷം ആളുകൾക്കെന്ന് ഞാൻ പറയട്ടെ, ഒരു അഭിമാനത്തിന്റെ വിഷയമാണ്. എന്നാൽ അതേസമയം തന്നെ ക്രൂശ് വളരെ അധപ്പതിച്ച ഒരു വിഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് എന്ന സന്ദേശവും എന്ന സത്യവും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് അനേകരും ക്രൂശിനെ ഒരു വിഗ്രഹമായിട്ടാണ് കാണുന്നത്, ആരാധിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. ക്രൂശ് കണ്ടാൽ ഉടൻ തന്നെ അവർ കുരിശു വരയ്ക്കും.
കാരണം അവർക്ക് ആരാധിക്കുവാൻ കൊള്ളാകുന്ന ഒരു വസ്തുവായിട്ടാണ് ഇന്ന് ക്രൂശിരിക്കുന്നത്. യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞെടുത്ത ഒരു വിഗ്രഹം അവരുണ്ടാക്കുന്നത് ഇന്ന് ക്രൂശാണ്. അപ്പോ അങ്ങനെ ക്രൂശിന്റെ സന്ദേശത്തോട് വ്യത്യസ്തമായിരിക്കുന്ന പ്രതികരണങ്ങളാണ് മനുഷ്യർ കാണിക്കാറുള്ളത്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രതികരണങ്ങൾ, നശിച്ചു പോകുന്നവരുടെ പ്രതികരണവും രക്ഷിക്കപ്പെടുന്നവരുടെ പ്രതികരണവും, ഞാൻ അതേക്കുറിച്ച് അല്പം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ക്രൂശ ഒരു ഭോഷത്വമായിരിക്കുന്നു നശിച്ചു പോകുന്ന ആളുകൾക്ക്? അവരെത്ര ചിന്തിച്ചിട്ടും യാതൊരു സെൻസുമില്ലാത്ത, യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു കാര്യമാണ് ക്രൂശിനെ പറ്റി ആളുകൾ പറയുന്നത്. രണ്ട് മരക്കഷ്ണങ്ങള് ചേർത്തടിച്ചതായിരിക്കുന്ന ഒരു ഉപകരണത്തിൽ കുറ്റം ചെയ്തതായിരിക്കുന്ന ഒരു കുറ്റവാളിയെ തൂക്കിക്കൊന്നാൽ ആ ക്രൂശ് മരണം മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു പോകുന്ന ആളുകൾക്ക് അത് ഒരു വിധത്തിലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവര് ക്രൂശിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു വഞ്ചകന്റെ മരണത്തിനുള്ള ഉപകരണമായിട്ടാണ്. ഒരു വഞ്ചകന്റെ മരണമായിട്ടാണ് അവർ ക്രൂശിനെ കാണുന്നത്. ക്രൂശിന്റെ സന്ദേശം അതാണെന്ന് അവർ പറയും. ദൈവമാണ് എന്ന് പറഞ്ഞ് സ്വയം വഞ്ചിക്കുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്ത് അല്പസ്വല്പ അടയാളങ്ങളൊക്കെ നടത്തി ആളുകളെ വഞ്ചിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം അവനെ എല്ലാവരും കൂടെ പിടിച്ച് തല്ലി ചതച്ച് റോമാ ഗവൺമെന്റിന്റെ ന്യായാധിപന്റെ അടുക്കൽ കൊണ്ടുവരികയും അദ്ദേഹം അവനെ ക്രൂശിക്കുകയും ചെയ്തു. അപ്പൊ അവരത് കാണുന്നത് ഒരു വഞ്ചകന്റെ മരണമായിട്ടാണ്. താൻ പറഞ്ഞതുപോലെ ദൈവമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് റോമക്കാരുടെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെട്ടില്ല? അല്ലെങ്കിൽ യഹൂദന്മാർ പറഞ്ഞതുപോലെ നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്തുകൊണ്ട് തനിക്ക് രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല? വെള്ളത്തിന്റെ മീതെ നടക്കുവാനും വെള്ളത്തെ വീഞ്ഞാക്കുവാനും 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അന്ധർക്ക് കാഴ്ച കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞതായിരിക്കുന്ന ഈ യേശുവിന് എന്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നിന്നും സ്വയം ഇറങ്ങി വരുവാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നപ്പോൾ തനിക്ക് ഒഴിഞ്ഞു പോകുവാൻ കഴിഞ്ഞില്ല? അങ്ങനെ ഒരു നിസ്സഹായനായി പിടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ സന്ദേശമാണ് ക്രൂശ് എന്നാണ് നശിച്ചു പോകുന്ന ആളുകൾ പറയുന്നത്. ഒരു വിധത്തിൽ ആളുകൾ ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് തന്നെ തോന്നും. എന്ന് മാത്രമല്ല, ഒരു നിസ്സഹായന്റെ മരണമാണ്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ പുത്രനാണെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്തതായിരിക്കുന്ന കർത്താവിനെ പിതാവ് കൈവിട്ടു. പിതാവ് വിളിച്ചിട്ട് ഉത്തരം കൊടുത്തില്ല. എന്തിന്? ഈ ലോകത്തിലെ സകല നദികളുടെയും സൃഷ്ടാവാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണെന്ന് അവകാശപ്പെട്ടതായിരിക്കുന്ന യേശുക്രിസ്തുവിന് ദാഹിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുവാൻ ആളുണ്ടായിരുന്നില്ല. നിസ്സഹായരായിരിക്കുന്ന ചില സ്ത്രീകളും കർത്താവിന്റെ 1-2 ശിഷ്യന്മാരും മാത്രം ആ ക്രൂശിന്റെ അരികിൽ കർത്താവിന് അനുകൂലികളായിട്ട് ഉണ്ടായിരുന്നു. മറ്റെല്ലാവരും പ്രതികൂലം ആയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയും കർത്താവിനെ ക്രൂശിക്കുന്നതും അവൻ മരിക്കുന്നത് കാണുവാനായി വന്നവരാണ്. അവനോട് സഹതാപം തോന്നിയവരാരുമില്ല. അപ്പൊ അങ്ങനെ ഒരു നിസ്സഹായനായ മനുഷ്യന്റെ മരണമായിട്ടാണ് നശിച്ചു പോകുന്ന ആളുകൾ ക്രൂശിനെ കാണുന്നത്. അവര് പറയാറുണ്ട്, സ്വന്തം ശിഷ്യന്മാർ പോലും 12 ആളുകളെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് കൊണ്ടു കടന്നു. 3 വർഷം അവരെ പഠിപ്പിച്ചു, തീറ്റിപ്പോറ്റി, അവരെ സംരക്ഷിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കർത്താവിനെ പിടിച്ചപ്പോൾ അവരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. ആകെപ്പാടെ യോഹന്നാൻ മാത്രമാണ് ക്രൂശിന്റെ അരികിൽ വിശ്വസ്തനായി നിന്നത്. പത്രോസ് ആണെങ്കിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുകയുണ്ടായി. അങ്ങനെ സ്വന്തം ശിഷ്യന്മാർ പോലും തന്നെ തള്ളിപ്പറഞ്ഞതായിരിക്കുന്ന ഒരവസ്ഥയാണ് തനിക്കുണ്ടായിരുന്നത്. അപ്പൊ ക്രൂശ് നൽകുന്ന സന്ദേശം എന്താണ്? ദൈവവും കൈവിട്ടു, ശിഷ്യന്മാരും കൈവിട്ടു, സ്വയം രക്ഷിപ്പാൻ കഴിയാത്തവനായിട്ട് തീർന്നു. കാണുന്നവർക്കൊരു വഞ്ചകൻ,
നിസ്സഹായനായ ഒരു മനുഷ്യൻ. അപ്പൊ ഇതല്ലേ ക്രൂശിന്റെ സന്ദേശം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ ക്രൂശിൽ വിശ്വസിച്ചാൽ, ക്രൂശിന്റെ സന്ദേശത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ചിലർ പറയുന്ന ലോകത്തിൽ ആർക്കെങ്കിലും വന്ന ഒരു രക്ഷകനെ വേണമായിരുന്നുവെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനായിരുന്നു. കാരണം നിസ്സഹായനായി തന്നെ പിടിച്ച 3 ആണികൾ തൂക്കി താൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്വാസം മുട്ടി ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരയുകയാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് താന് അലമുറി കൂട്ടുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും സഹതാപം ആവശ്യമായിരുന്നെങ്കിൽ അത് യേശുവിനല്ലായിരുന്നു എന്നാണ് നശിച്ചു പോകുന്ന ആളുകൾ ചോദിക്കുന്നത്. ഉപരിപ്ലവമായി ചിന്തിച്ചാൽ ശരിയല്ലേ? മറ്റുള്ളവരെ രക്ഷിക്കുകയും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുകയും മറ്റുള്ളവർക്ക് ആഹാരം നൽകുകയും രോഗസൗഖ്യം നൽകുകയും അവരുടെ മരിച്ചവരെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്തതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇതാ നിസ്സഹായനായി മറ്റുള്ളവരുടെ അടിയും തല്ലും തുപ്പലും നിന്നയുമായിട്ട് ക്രൂശിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ ആർക്കാണ് രക്ഷകനെ ആവശ്യമായിരിക്കുന്നത്? ഒരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിനല്ലേ എന്നാണ് നശിച്ചു പോകുന്ന ആളുകള് ക്രൂശിന്റെ സന്ദേശത്തോടെ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ നശിച്ചു പോകുന്നവരായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നാശകരമായ ചിന്തയല്ലാതെ നല്ല ചിന്തകൾ അവർക്ക് ക്രൂശിനെ പറ്റി ചിന്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ആ കാൽവറി ക്രൂശിൽ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത്? ലോകത്തിന്റെ പാപത്തെയാണ് ആ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു വഹിച്ചത്. പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞത് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നാണ്. പാപമോചനത്തിലുള്ള ഏക വഴിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായ ദൈവത്തിന്റെ പുത്രൻ, സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ സാക്ഷാൽ മനുഷ്യത്വം കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ വന്നു. മനുഷ്യവർഗത്തിന് പകരക്കാരനായിട്ട് കാൽവറിലെ ക്രൂശിൽ പാപം ഏറ്റുകൊണ്ട് മരിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി അവനെ പാപമാക്കി എന്നാണ്. അവൻ പാപിയായെന്നല്ല, അവനിൽ പാപമുണ്ടായിരുന്നില്ല, പക്ഷെ അവൻ പാപമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപികളായ മനുഷ്യർ മരിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവനെ മരിക്കുവാൻ അനുവദിച്ചു. കാൽവറിലെ ക്രൂശിൽ നിന്നും പിതാവായ ദൈവം താഴേക്ക് നോക്കി. താഴേക്ക് നോക്കിയപ്പോൾ തന്നെ പുത്രനെ കാണുവാനില്ല. പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകളാണ്. ആരോ പറഞ്ഞതുപോലെ ഇരുമുടിക്കെട്ടുകളാണ്. ജന്മപാപവും കർമ്മപാപവും ചാക്കുകൾ നിറച്ച് ലോകത്തിലുള്ള ഓരോ മനുഷ്യന്റെയും പാപം ക്രൂശിൽ കർത്താവിന് മേലിട്ടു. ജനിച്ചവരും അന്ന് ജീവിച്ചിരുന്നവരും ഇനി ജനിക്കുവാൻ പോകുന്നവരുമായ നാം ഉൾപ്പെടെ എല്ലാവരുടെയും പാപം കർത്താവിന്റെ മേലിട്ടു. സ്വർഗത്തിൽ നിന്ന് പിതാവ് താഴേക്ക് നോക്കിയപ്പോൾ കാണുന്നത് എന്താണ്? പാപത്തിന്റെ കെട്ടുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ആ കാൽവറി മലയാണ്, ആ ഗോൽഗോഥയാണ്. അവിടെ തന്റെ പുത്രനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ആ പാപത്തിന്റെ ഭാണ്ഡങ്ങളിൽ നിന്റെ ഇടയിൽ നിന്നും ഒരു നേരിയ രോധനം കേൾക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ആ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകളിൽ നിന്നും എല്ലാം നിവൃത്തിയായിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് ആവശ്യമായിരിക്കുന്നു, പരിപൂർണമായി നിവൃത്തിയായിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ജയാളിയുടെ അട്ടഹാസമാണ് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിലെ ക്രൂശിൽ മരിച്ചത് താൻ ചെയ്ത യാതൊരു പാപത്തിനു വേണ്ടി അല്ലെന്ന് നാം കണ്ടു. തന്നെ കാണിച്ചു കൊടുത്തതായിരിക്കുന്ന യൂദായ്ക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്നാണ്. കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധി പറഞ്ഞതായിരിക്കുന്ന പീലാത്തോസ് പറഞ്ഞത്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ്. കർത്താവിനെ ക്രൂശിക്കുന്ന ക്രൂശീകരണത്തിന്റെ ഇൻചാർജ് ആയിരുന്ന ശതാധിപൻ എന്താ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്നാണ് പറഞ്ഞത്.
അങ്ങനെ കർത്താവിനെ പരിചയമായ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഏറ്റു പറയുവാനുണ്ടായിരുന്ന സന്ദേശം എന്താണ്? ഈ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അപ്പൊ ക്രൂശിന്റെ സന്ദേശം എന്താണ്? ക്രൂശിന്റെ സന്ദേശം നിസ്സഹായന്റെ മരണമല്ല, പിന്നെയോ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ബലിയായി നൽകുന്ന ഒരുവന്റെ ബലിമരണമാണ് ക്രൂശിൽ നടന്നത്. ആ ബലിമരണം ഏറ്റെടുത്തതായിരിക്കുന്ന കർത്താവിന് അവസാനമായിട്ട് പറയാനുണ്ടായിരുന്ന എന്താണ്? ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. തെറ്റലസ്ഥായി എന്ന ഗ്രീക്ക് ഭാഷയിൽ അവൻ വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. പാപപരിഹാരത്തിന് ആവശ്യമായതെല്ലാം ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. ഒരു ജയാളിയുടെ ഭേരിയാണ് കർത്താവോടെ മുഴക്കിയത്. എന്ന് മാത്രമോ, പാപിയായ മനുഷ്യൻ മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ നീതി, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവനീതി എവിടെയാണ് നിറവേറ്റപ്പെട്ടത്? അത് കാൽവറി ക്രൂശിലാണ്. ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, പാപരഹിതനായിരിക്കുന്ന ദൈവതൃത്വത്തിലെ രണ്ടാമനായ ദൈവപുത്രൻ മനുഷ്യത്വം ധരിച്ചുകൊണ്ട് മനുഷ്യർക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ താൻ ഇറങ്ങി വന്ന് മരിക്കുവാനായിട്ട് പോയപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനാണെന്ന് പോലും ഓർക്കാതെ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും അവന്റെ മേൽ കെട്ടിവെച്ച് ദൈവത്തിന്റെ നീതി നിവൃത്തിയാക്കുകയാണ് ചെയ്തത്. ഇനി പാപത്തിന്റെ ശിക്ഷ ആർക്കും നൽകുവാൻ ആവശ്യമില്ലാതെ വണ്ണം ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാനായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ് കാൽവറിയിൽ നടക്കുന്നതായിരിക്കുന്ന വലിയ സംഭവം. പാപികളായ മനുഷ്യരെ പാപം പോക്കി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ രക്തം ചൊരിയുകയാണ് ചെയ്തത്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർ പാപം ചെയ്ത നിമിഷം മുതൽ അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മൃഗത്തെ ഇറക്കപ്പെട്ടതായി നാം കാണുന്നുണ്ട്. ആ പരിഹാരത്തിനായി അറുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവ കുഞ്ഞാട്, മിസ്രൈമിൽ നിന്നും ആദ്യാതന്മാർ രക്ഷയ്ക്ക് വേണ്ടി ഇറക്കപ്പെട്ട പെസഹ കുഞ്ഞാട്, മഹാപാപരിഹാര ദിവസം ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ നാൽക്കാലികളായിരിക്കുന്ന കുഞ്ഞാടുകളെ അറുക്കുന്നത് കൊണ്ട് പാപത്തിന് രക്ഷ കിട്ടുകയില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവത്തിന് ഒരേ ഒരു കുഞ്ഞാടുണ്ടായിരുന്നു, ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമാകേണ്ടതിന് വേണ്ടി. യോഹന്നാൻ സ്നാപകൻ ആ കർത്താവിനെ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞത് എന്താണ്? Behold the Lamb of God that taketh away the sin of the world. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. ആ കുഞ്ഞാട് ലോകത്തിന്റെ പാപവുമായി നടന്ന് നീങ്ങി കാൽവറിലെ ഗോൽഗോഥ മലമുകളിലേക്ക് നീങ്ങി അവിടെ ദൈവം തയ്യാറാക്കിയതായിരിക്കുന്ന ബലിപീഠത്തിൽ യാഗമായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവോട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് നിസ്സഹായന്റെ മരണമല്ല, പിന്നെയോ ദൈവം നിത്യതയിൽ നിർണയിച്ചതായിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന യാഗമാണ്. അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഒരു യാഗമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറഞ്ഞത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്നാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ പ്രശംസ എന്താണ്? പൗലോസ് പറഞ്ഞു, എനിക്കും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഇന്ന് രാത്രി എനിക്കും പറയാനുള്ളത് അതാണ്. എനിക്ക് പ്രശംസിക്കുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എനിക്ക് പകരക്കാരനായി മരിച്ചതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ പ്രശംസിക്കുവാൻ എന്താണ്? രക്ഷിക്കപ്പെടുന്ന ഒരാൾക്കും വേറെ പ്രശംസിക്കുവാൻ ഒന്നുമില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെ അതെ ഒരാള് നിയമത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് രക്ഷിച്ചാൽ ആ രക്ഷപ്പെട്ടവനെ പ്രശംസിക്കുവാൻ ഒരു കാര്യമേ ഉള്ളൂ. അവൻ പറയും, ചില ദിവസങ്ങളോ മണിക്കൂറുകളോ കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ കയറ് മുറുങ്ങേണ്ടതാണ്,
പക്ഷേ ആ മനുഷ്യൻ, നീതിയുള്ള മനുഷ്യൻ, താൻ എന്നെ രക്ഷിച്ചു, ഞാനിന്ന് ജീവിച്ചിരിക്കുന്ന രഹസ്യ മനുഷ്യനാണെന്ന് പറയും. അതുപോലെയാണ് ഭാവികളായിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവർ പറയുന്നത്. ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലുകളിലെ ക്രൂശ് മരണം മാത്രമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് തന്നെ ഒരു അതിശയമാണ്. 2 മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ആണി കൊണ്ടടിച്ചുണ്ടാക്കിയതായിരിക്കുന്ന ഒരു മരക്കുരിശിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്നും അവരെ മോചിക്കുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ മരിച്ച് മനുഷ്യവർഗത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ശക്തിയല്ലാതെ പിന്നെ വേറെ എന്താണ്? ക്രൂശിനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ്. ക്രൂശ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അടയാളമാണ്. മനുഷ്യന്റെ സകല കണക്കുകൂട്ടുകളെയും ദൈവം തകിടം മറിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാലുകളിലെ ക്രൂശിൽ ബലിയാക്കിക്കൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിച്ചത്. യഹൂദന്മാർ വിചാരിച്ചു ഈ യേശു എന്ന് പറഞ്ഞ ആളിനെ കൊന്നുകഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന്. റോമക്കാരും അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നാൽ അവരറിയുന്നുണ്ടോ യേശുവിന്റെ ഘാതകന്മാരായ യഹൂദന്മാരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിക്കുന്നതെന്ന്? റോമക്കാരറിഞ്ഞിട്ടുണ്ടോ? റോമക്കാരുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിക്കുന്നതെന്ന് ജാതികളായ നാം അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാലുകളിലെ ക്രൂശിൽ മരിച്ചു വന്നത്. ഇവരാരും ഗ്രഹിക്കാത്തതായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു കാലുകളിലെ ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ ശേഷം അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്ത് അവർ മുദ്ര വെച്ചു. പീലാത്തോസും റോമക്കാരും യഹൂദന്മാരും വിചാരിച്ചത് റോമിന്റെ സീസറുടെ മുദ്രയെ പൊട്ടിക്കുവാൻ തക്കവണ്ണം ആർക്ക് കഴിയും? കർത്താവിന്റെ 12 ശിഷ്യന്മാർക്ക് അത് കഴിയുമോ? ശക്തന്മാരായിരിക്കുന്ന റോമിന്റെ പടയാളികൾ വാളും പിടിച്ച് കുന്തവും പിടിച്ച് കല്ലറക്കി വിറ്റു നിൽക്കുമ്പോൾ ബലഹീനരായ മുക്കവന്മാരായിരിക്കുന്നതിലെ ആളുകൾ വന്ന് യേശുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുമെന്ന് അങ്ങനെ വിചാരിക്കാൻ എന്ത് ന്യായമാണ്? എന്ന് മാത്രമല്ല, ഇത് സംഭവിക്കും എന്ന പരാതി പറഞ്ഞുകൊണ്ടാണ് പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് പട്ടാളത്തെ കൊണ്ടുവന്നത്. പീലാത്തോസ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സൈന്യത്തേക്ക് തരാം, കൊണ്ടുപോയി കല്ലറ ഉറപ്പാക്കാനാ പറഞ്ഞത്. എത്ര പടയാളികൾ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഒരു 100 പടയാളികളെങ്കിലും ആ കല്ലറയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് അത് ന്യായമാണ്. എത്ര ശിഷ്യന്മാർ വന്നാലും അവരെ ഓവർ പവർ ചെയ്ത് അവരെ കീഴടക്കുവാൻ മതിയായിരിക്കുന്ന സൈന്യം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് നുണ പറഞ്ഞ് പരത്തിയത്? ഞങ്ങൾ ഉറങ്ങി രാത്രി, അപ്പോ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചു. ഉറങ്ങാനാണോ ഇവരോട് നിർത്തിയിരിക്കുന്നത്? ഒരു മുദ്ര വെച്ച ഒരു കല്ലറ, വലിയ കല്ല്, അതെല്ലാം പിടിച്ചു മാറ്റിയ കല്ലറ തുറന്ന് ആ കല്ലറയ്ക്കുള്ളിലുള്ളതായിരിക്കുന്ന ശരീരം 100 റാത്തൽ അകിലും 100 പൂശിയതായിരിക്കുന്ന ഒരു ശരീരം, അത് ആ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തെടുക്കുമ്പോ ഈ പട്ടാളക്കാരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കാൻ, അവരാരും ഉണർന്നില്ലെന്ന് വിചാരിക്കുവാൻ എന്ത് ന്യായമാണ്? പക്ഷെ അവരാരും വിചാരിച്ചില്ല കർത്താവ് ഉയർക്കുമെന്ന്. ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞ എന്താണ്? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും നിത്യമരണം കാണുകയില്ല. ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുമെന്ന് സാത്താൻ വിശ്വസിച്ചിരുന്നെങ്കിൽ അവൻ കർത്താവിനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. കാരണം കർത്താവിന്റെ മരണമാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്, കർത്താവിന്റെ 33 വർഷത്തെ ജീവനല്ല. അപ്പൊ സാത്താൻ വിചാരിച്ചു കർത്താവിനെ കൊന്നുകളഞ്ഞാൽ പ്രശ്നം തീരുമെന്ന്. പക്ഷേ തന്റെ മരണം കൊണ്ടാണ് അവൻ നിത്യമരണത്തെ തോൽപ്പിക്കുന്നതെന്ന കാര്യം സാത്താൻ അറിഞ്ഞില്ല. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ടാണ് തോൽപ്പിക്കുന്നത്.
ലോകത്തിലുള്ള മാനവജാതിയെ മുഴുവനും ഭയപ്പെടുത്തിയിരുന്ന മരണം എന്ന് പറയുന്ന വാളുകൊണ്ടാണ്. ആ വാള് സാത്താന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ച് സാത്താനെ അതുകൊണ്ട് വെട്ടി പരാജയപ്പെടുത്തും എന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ക്രൂശ് രക്ഷിക്കപ്പെടുന്നവരുടെ ശക്തിയാണ്, നശിച്ചു പോകുന്നവർക്കാണ് അത് ഭോഷിത്തമായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ക്രൂശ് ദൈവിക പരിപാടികളോടുള്ള മനുഷ്യന്റെ വെല്ലുവിളിയാണ്. ദൈവം അയച്ചതായിരിക്കുന്ന പ്രവാചകനെ അവർ കൊന്നു. അവർ വിചാരിച്ചു അതോടുകൂടി തീരുമെന്ന്. അതുപോലെ അവർ വിചാരിച്ചു ദൈവത്തിന്റെ രാജാവിനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ രാജ്യത്വം അവർക്കിരിക്കുമെന്ന്. അവർ വിചാരിച്ചു ദൈവത്തിന്റെ പുത്രനെ കൊന്നുകളഞ്ഞാൽ രാജ്യം അവർക്കാകുമെന്ന്. കർത്താവ് പറഞ്ഞതായിരിക്കും ഉപമയിൽ അങ്ങനെ പറഞ്ഞു. ഒരു രാജാവ് തന്റെ പുത്രനെ അയച്ചു തന്റെ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം വാങ്ങാനായിട്ട്. ആദ്യം അയച്ചതായിരിക്കും ദാസന്മാരെ എല്ലാം അവർ കൊന്നു. അവസാനം തന്റെ പുത്രനെ അയച്ചു. എന്റെ പുത്രനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്താണ് ചെയ്തത്? അവർ തന്റെ പുത്രനെയും അവര് കൊന്നുകളഞ്ഞു. പക്ഷേ രാജാവ് സൈന്യവുമായി വന്നവരെ എല്ലാവരെയും നിഗ്രഹിക്കുവാനായിട്ടിടയായി. അപ്പൊ ക്രൂശ് എന്ന് പറയുന്നത് ദൈവ പരിപാടികളുടെ നേരെയുള്ള മനുഷ്യന്റെ ഒരു വെല്ലുവിളിയാണ്. ദൈവത്തോട് പറഞ്ഞ നീ എന്ത് ചെയ്താൽ, നീ എന്റെ പുത്രനെ അയച്ച് രാജ്യം സ്ഥാപിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആ പുത്രനെ ക്രൂശിൽ കൊല്ലും. നീ നിന്റെ സന്ദേശം കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിന്റെ സന്ദേശത്തെ പരാജയമാക്കി തീർക്കും. ദൈവം അയച്ച പ്രവാചകനെ ഞങ്ങൾ കൊന്നുകളയും. ദൈവത്തിന്റെ പരിപാടിയോടുള്ള മനുഷ്യന്റെ വെല്ലുവിളിയാണ് ക്രൂശ്. എന്നാൽ ആ ക്രൂശ് ഇന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ അടയാളമാണ്. റെഡ് ക്രോസ്, അവിടെ ഒരു ക്രോസ് ഉണ്ട്. മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഉള്ളതായിരിക്കുന്ന ഒന്നാണ്. ആശുപത്രികളിലൊക്കെ കുരിശിന്റെ അടയാളമാണ്. അത് മനുഷ്യൻ രക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹമാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരം മാത്രമേ അവിടെ രക്ഷിക്കാനായിട്ട് കഴിയൂ. മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെ ഒരുപോലെ രക്ഷിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ച ആ ക്രൂശ് നിത്യജീവന്റെ അടയാളമായിട്ട് ഇന്ന് ലോക ചരിത്രത്തിൽ നിൽക്കുന്നു. അതിനേക്കാൾ വലിയ വിജയത്തിന്റെ ഒരു ക്രൂശ് ലോകത്തില്ല. എന്ന് മാത്രമോ, ക്രൂശ് മനുഷ്യ സ്വഭാവത്തിന്റെ ജീർണതയുടെ വലിയൊരു അടയാളമാണ്. ഈ ലോക ചരിത്രത്തിൽ ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യനെ പീഡിപ്പിച്ച് കൊന്ന ഒരു ഉപകരണമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ഏറ്റവും ദുഷ്ടനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും നല്ലവനെ മാറ്റിവെച്ചു. ഞങ്ങൾക്ക് ബരബ്ബാസിനെ മതി, ക്രിസ്തുവിനെ വേണ്ട. ഏറ്റവും അധികം നന്മ പ്രാപിച്ചതായിരിക്കുന്ന ജനസമൂഹം കാട്ടിയ നിന്ദയാണ് ക്രൂശ് എന്ന് പറയുന്നത്. കുറ്റമില്ലാത്തവനെ ക്രൂശിച്ച് പീഡിപ്പിച്ച് കൊന്ന ഒരു ഉപകരണമാണ് ക്രൂശ് എന്ന് പറയുന്നത്. കൈ കഴുകി ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതായിരിക്കുന്ന പീലാത്തോസ് അവന് പറ്റിയ അബദ്ധമാണ് ക്രൂശ് കാണിക്കുന്നത്. ഒരാളുടെ വേദന കണ്ട് രസിച്ചതായിരിക്കുന്ന റോമൻ പട്ടാളക്കാരുടെയും യഹൂദ സമൂഹത്തിന്റെയും ജീർണിച്ച മനസാക്ഷിയുടെ അടയാളമാണ് ക്രൂശ് എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ ജീർണത അറിയണമെങ്കിൽ, കാണണമെങ്കിൽ കാലുകളിലെ ക്രൂശിലേക്ക് നോക്കണം. എന്നാൽ ദൈവം എന്ത് ചെയ്തു? മനുഷ്യവർഗത്തിന്റെ ജീർണതയുടെ എല്ലാം അടയാളമായ ക്രൂശിനെ ദൈവം രക്ഷയുടെ ചിഹ്നമാക്കി മാറ്റി. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. റോമക്കാർ പാപികളായ കുറ്റക്കാരെ ക്രൂശിക്കാൻ ഉപയോഗിച്ച ആ ഒരു ഉപകരണം ഏറ്റവും പാപികളായ മനുഷ്യരെ രക്ഷിച്ച് നല്ലവരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ രക്ഷയുടെ ഭാഗമായി ആ ക്രൂശ് മാറ്റി എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ്. അങ്ങനെ ക്രൂശ് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സർവാധികാരം, ദൈവനീതിയുടെ പ്രകടനം, ദൈവസ്നേഹത്തിന്റെ പ്രകടനം, ദൈവകൃപയുടെ പ്രദർശനം, ക്രിസ്തുവിന്റെ രക്ഷണീയ വേലയുടെ കേന്ദ്രം, ദൈവശക്തിയുടെ പ്രദർശനം, എല്ലാം ക്രൂശ് പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
നശിച്ചു പോകുന്നവർക്ക് ക്രൂശ് ഭോഷത്വമാണ്. പക്ഷേ ക്രൂശിന്റെ സന്ദേശത്തിൽ വിശ്വസിച്ച് ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് ഒരിക്കലും പരാജയത്തിന്റെ ചിഹ്നമല്ല, പിന്നെയോ ദൈവശക്തിയുടെ ചിഹ്നമാണ്. സാത്താൻ തന്റെ സകലവിധമായ ജ്ഞാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത എല്ലാ ആയുധങ്ങളെയും ദൈവം തമ്പുരാൻ എന്താ ചെയ്തത്? തന്റെ പുത്രനെ ക്രൂശിച്ചു കൊല്ലുവാൻ ഉപയോഗിച്ചതായിരിക്കുന്ന ആ ക്രൂശ് കൊണ്ട്, ആ ക്രൂശിന്റെ അടയാളം കൊണ്ട് അതിനെ തകർത്തെറിയുകയാണ് ചെയ്യുന്നത്. ദൈവം തന്റെ രക്ഷയുടെ മാർഗം, ക്രിസ്തുവിന്റെ രക്ഷണ്യ വേല കാലുകളിലെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനമാണ്. നിങ്ങൾ ഒരാളെ ക്രൂശിച്ചു കൊല്ലുമെങ്കിൽ ഞാൻ ആളിന്റെ മരണത്തെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള കാരണമായി മാറ്റും. ലോകത്തിൽ ആർക്കെങ്കിലും ചെയ്യാനായിട്ട് ഒക്കുമോ? റോമക്കാരും അതുപോലെ ഹൃദയത്തിനും മറ്റുമൊക്കെ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ ക്രൂശിച്ചു കൊല്ലാൻ ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു ഉപകരണം ദൈവം തമ്പുരാൻ എന്താണ് ചെയ്തത്? അത് താൻ ഏറ്റെടുത്തിട്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള മുഖാന്തരമായിട്ട് ഇതിനെ മാറ്റി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലിയ ഒരു അടയാളമാണ്. ക്രൂശിൽ 3 പേരെയാണ് ക്രൂശിച്ചത്. കർത്താവിനെ കൂടാതെ 2 കള്ളന്മാരെയും ക്രൂശിച്ചു. ആ കള്ളന്മാർ 2 പേരും കർത്താവിനെ പഴിച്ചുകൊണ്ടാണ് ആ ക്രൂശിൽ ആദ്യം കിടന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ഒരു കള്ളന് പെട്ടെന്ന് മാനസാന്തരം വന്നു. കർത്താവിന്റെ പ്രതികരണങ്ങളെ അവൻ നോക്കി. എത്ര ശാന്തരായിട്ടാണ് കർത്താവ് കിടക്കുന്നത്. കർത്താവിനെതിരെ ഇവർ എന്തെല്ലാം ആരോപണങ്ങൾ വിളിച്ചു പറയുന്നു. ഒരു പ്രതികരണമില്ലെന്ന് മാത്രമല്ല, ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം നിറവേറ്റി. ഓരോരോ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നിറവേറ്റി, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിറവേറി. അതുപോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ ദൗത്യം പൂർത്തിയാക്കി മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായി വന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണം വഴി മരണത്തെ കീഴടക്കി മനുഷ്യവർഗത്തെ എന്നേക്കുമായി രക്ഷിച്ചു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്ന് വിളിച്ചു പറഞ്ഞു. എന്ന് മാത്രമോ, തന്നോട് അപേക്ഷിച്ച കള്ളനെ രക്ഷിച്ചു. പറുദീസയിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ആത്മാവ് കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്ന് ഉറപ്പ് അവന് നൽകി. നിസ്സഹായിയായി ക്രൂശിലേക്ക് നിൽക്കുന്ന തന്റെ അമ്മയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു. തന്നെ ക്രൂശിക്കുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ലോകത്തിൽ എല്ലാവരും ക്രൂശിക്കപ്പെട്ട മനുഷ്യരൊക്കെ മറ്റുള്ളവരെ ശപിച്ചും പ്രാഗിയൊക്കെയാണ് അവരെ ചാകുന്നതാണ് പറയുന്നത്. മനുഷ്യവർഗത്തെ മുഴുവനും അവർ ശപിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇതാ ഒരാള് അവരെ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തന്നെ ക്രൂശിച്ച പടയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മോചനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർത്താവ് ആ ക്രൂശിൽ മരിക്കുന്നത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അല്പസമയം മുൻപ് പിതാവിനോട് പറഞ്ഞെങ്കിൽ, ഇത് 40 നിമിഷം കഴിയുമ്പോൾ താൻ തന്റെ ജീവനെ വിടുന്നതായിരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിതാവുമായി യാതൊരുവിധമായിരിക്കുന്ന കയ്പോ പകയോ ഇല്ല. സ്നേഹമുള്ള മകൻ സ്നേഹം നിറഞ്ഞ പിതാവിനോട് ഇടപെടുന്ന ഇടപെടലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, താൻ മരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നിശ്ചയത്തോടുകൂടെ പറഞ്ഞു. ലോകത്തിൽ ആർക്കെങ്കിലും അത് പറയുവാനായിട്ട് കഴിയുമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ചെയ്ത് അവന് വിജയവിഹേൽ മുഴക്കിക്കൊണ്ടാണ് മരിച്ചത്. കർത്താവിനൊരു പുളിച്ച വീഞ്ഞ് കുടിക്കാൻ കൊടുത്ത് കർത്താവ് രുചി നോക്കിയാരെ കുടിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്ന കർത്താവ് ബോധമില്ലാത്തവനായിട്ടല്ല മരിക്കാൻ പോകുന്നത്. പിന്നെയോ അവൻ മരണത്തെ രുചിച്ചു നോക്കി എന്നാണ്. ഹി ടേസ്റ്റഡ് ഡെത്ത് ഫോർ എവരിബഡി. ലോകത്തിന് വേണ്ടി അവൻ മരണത്തെ രുചിച്ചു നോക്കി. മാധുര്യമുള്ള ഒരു പാനീയം രുചിച്ച് ഇറക്കുന്നത് പോലെയാണ് കർത്താവ് മരണത്തെ രുചിച്ച് ഇറക്കിയത്. മരണം ഭീകരമായിരുന്നെങ്കിലും കർത്താവ് മരണത്തിന്റെ ഭീകരതയെ മാറ്റി. മരണത്തിന്റെ മുള്ളിനെ കർത്താവ് ഒടിച്ചു കളഞ്ഞു. മരണത്തിന്റെ കയ്പിനെ കർത്താവ് എടുത്തു മാറ്റി.
മരണഭീതിയിൽ ആണ്ടിരുന്നവരെ എന്നേക്കുമായി അവൻ വിടുവിച്ചു എന്നാണ് ബൈബിളിൽ അവരുടെ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവ് മരണത്തിന്റെ ഭീകരതയെ മാറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചതറിയാമോ? ലക്ഷക്കണക്കിന് രക്തസാക്ഷികളാണ് യേശുക്രിസ്തുവിന് വേണ്ടി ലോകമെങ്ങും മരിക്കുന്നത്. ഇന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഒരാൾ പോലും അവരെ കൊല്ലുന്നവരെ ശപിച്ചവരായിക്കൊണ്ടല്ല മരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അവരുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ടാണ് അവർ മരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു മരണത്തിന്റെ ഭീകരതയെ മാറ്റിക്കളഞ്ഞു. വിഷപ്പാമ്പിന്റെ വിഷപല്ലുകളെ ഒടിച്ചു കളഞ്ഞു, പറിച്ചു കളഞ്ഞു. കർത്താവ് അതാണ് ചെയ്തത്. മരണത്തിന്റെ വിഷപ്പല്ലുകളെ കർത്താവ് പറിച്ചു മാറ്റി. ഇനി മരണത്തെ പേടിക്കുവാൻ നമുക്കില്ല. പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ, ഹേ മരണമേ, നിന്റെ വിജയം എവിടെ? നിന്റെ വിഷമുള്ള എവിടെ? കർത്താവ് മരണത്തെ കാൽവരിലെ ക്രൂശിൽ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ജനസമൂഹത്തിന് മരണത്തെ ഭയപ്പെടാതെ ശാന്തമായി മരിക്കുവാനുള്ളതായിരിക്കുന്ന ചുറ്റുപാടാണ് കർത്താവ് സൃഷ്ടിച്ചത്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ക്രൂശിന്റെ സന്ദേശം ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ഭോഷത്വമാണെന്ന് പറയുന്നവർ നശിച്ചു പോകുന്ന ആളുകളാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ഭോഷത്വമല്ല, അത് രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ മാർഗമാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്രൂശിന്റെ വചനത്തോടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കുന്നത്? ദൈവമാണെന്ന് പറഞ്ഞ് യെരൂശലേമിന്റെ തെരുവിൽ കൂടി നടന്ന ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ പിടിച്ച് തല്ലിച്ചതിച്ച്, നീ ദൈവമാണെങ്കിൽ തെളിയിക്കുക എന്ന് പറഞ്ഞ് ക്രൂശിൽ കൊണ്ടിട്ട ഒരു സംഭവമാണോ അത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ നശിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ അങ്ങനെയല്ല. സാത്താൻ വളരെ കരുതിക്കൂട്ടി മനുഷ്യവർഗത്തെ പാപത്തിലേക്ക് തള്ളിവിട്ടെങ്കിൽ ദൈവം അന്നേ കരുതിക്കൂട്ടി മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട് കാലൂരിലെ ക്രൂശിൽ ഒരു ക്രൂശിനെ ഉയർത്തി. ആ ക്രൂശിൽ തന്റെ പുത്രനെ മൂന്നാളുകളിൽ തൂങ്ങി മരിക്കുവാനായിട്ട് അനുവദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലൂരിയിലെ ബലിയും അവൻ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തവും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം മാറ്റി തീർത്തു. എത്ര കോടി ആളുകളാണ് കർത്താവിന്റെ ക്രൂശിൽ വിശ്വസിച്ചുകൊണ്ട് മരിക്കുന്നത്? എത്ര ആളുകളാണ് കർത്താവിന്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിക്കുന്നത്? നീങ്ങിപ്പോയി നീങ്ങിപ്പോയി, എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി എന്ന് പാടിക്കൊണ്ട് എത്ര ആളുകളാണ് ഇന്ന് സന്തോഷിക്കുന്നത്? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ സമീപിക്കുന്ന പേരാണ്. നൂറുകണക്കിന് രക്തസാക്ഷികൾ തീയിലും വെള്ളത്തിലും എണ്ണയിലും ഒക്കെ ഇട്ട് വറക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി മരിച്ചു. ഒരു പരാതിയും കൂടാതെയാണ് അവർ മരിച്ചത്. ഇന്ന് രക്തസാക്ഷികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരിലൊരാൾക്ക് പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു പരാജയമാണെന്ന് തോന്നിയിട്ടില്ല. അവരുടെ മരണം ഒരു പരാജയമായിട്ട് തോന്നിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിലെ മരണം ദൈവത്തിന്റെ സർവജ്ഞാനവും ദൈവത്തിന്റെ സർവശക്തിയും എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മനസ്സലിവ്, ഇതെല്ലാം കാണിക്കുന്ന ഒന്നാണ്. ക്രൂശ് മഹത്വമായിരിക്കുന്ന ഒരു ചിഹ്നമാണ്. ഇതിനേക്കാൾ മഹത്വകരമായിരിക്കുന്ന ഒരു ചിഹ്നം ലോകത്തില്ല. അത് മനുഷ്യരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയുടെ ചിഹ്നമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ആ ക്രൂശിൽ അവിടെ കിടക്കുന്ന പാപിയായ ഒരു മനുഷ്യനല്ല, അവിടെ കിടക്കുന്ന നീതിമാനായ ഒരു മനുഷ്യൻ, വെറും ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ദൈവം, സാക്ഷാൽ മനുഷ്യൻ. അവിടെ കിടക്കുന്നവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ലെന്നാണ് ന്യായാധിപൻ പറഞ്ഞത്. അവനെ ഒറ്റിക്കൊടുത്ത യൂദയും പറഞ്ഞ, ഞാൻ കുറ്റമില്ലാത്ത വ്യക്തിത്വത്തെ കാണിച്ചു കൊടുത്തുവെന്നാണ്. പരിശുദ്ധനായിരിക്കുന്ന യേശുക്രിസ്തു പാപികളായ മനുഷ്യവർഗത്തിനു വേണ്ടി പകരക്കാരനായിട്ട് കാലൂരിലെ ക്രൂശിൽ മരിക്കുമ്പോൾ ആ മരണം ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാനുള്ള ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയാണിത് കാണിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി ക്രൂശിൽ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ കാണുകയും ആ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപത്തിന് മോചനം ദൈവം ദാനമായി നൽകും.
നിങ്ങളെ നിങ്ങളുടെ പാപത്തിൽ രക്ഷിച്ച് നിങ്ങളെ ദൈവം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതാണ്. അത് മാത്രമോ അല്ല, ഈ വർത്തമാനകാലത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര വർഷം ഇനിയും ജീവിക്കുവാനുണ്ടോ അത്രയും വർഷം സമാധാനത്തോടും ശാന്തതയോടും കൂടെ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപയാണ് ദൈവം നൽകുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മകനുമായി മാറുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിന്റെ പൗരന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. ആ ക്രൂശ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര അധികമാണ്. ആ ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ലോകത്തിന് ഒരിക്കലും വിശദീകരിക്കുവാൻ കഴിയാതെ വണ്ണം മഹത്തായ ഒരു സന്ദേശമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് അവന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഒരിക്കലും ഇവിടെ വരരുത്. കാരണം ആ ക്രൂശാണ് എന്നെ എൻ്റെ ദൈവമായി രമ്യപ്പെടുത്തിയത്. ആ ക്രൂശിലാണ് എൻ്റെ വീണ്ടെടുപ്പിന്റെ വില കർത്താവ് കൊടുത്തത്. ആ ക്രൂശിലാണ് സാത്താനെ പരാജയപ്പെടുത്തിയത്. ആ ക്രൂശ് രക്ഷയുടെയും വിജയത്തിൻ്റെയും ചിഹ്നമായി ഇന്ന് ചരിത്രത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരൂ. നിങ്ങൾ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കൂ. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചത് നിങ്ങൾ വ്യർത്ഥമാക്കാതെ ദൈവത്തിന്റെ ശക്തി അവിടെ കണ്ട് ആ ശക്തിയിൽ നിങ്ങളുടെ രക്ഷയെ കണ്ടെത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട് എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. കർത്താവിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.